ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കോട്ടയം ലുലു മോളിലാണ്. ലുലുവിൻ്റെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഫ്ലാറ്റ് 50% ഓഫിനെ പറ്റി നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ. മുമ്പ് പലതവണ ലുലു ഈ ഓഫർ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വരുന്നത്. ലുലുവിൻ്റെ നൈറ്റ് മോഡ് ഭയങ്കര രസമാണ്, ഒരു രക്ഷയില്ലാത്തൊരു വൈബ്. ആക്ച്വലി പുറത്തെ പാർക്കിംഗ് ഒക്കെ കണ്ടപ്പോഴേ ഞങ്ങളൊന്ന് ഞെട്ടി. കാരണം ഈ അടുത്ത് ഞങ്ങൾ കോട്ടയം ലുലു മോളാണ് സ്ഥിരമായി പോകാനായി ചൂസ് ചെയ്യുന്നത്. നോർമലി 3 അഡ്വാൻറ്റേജസ് ആണ് ഞങ്ങളെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത്. 1, കമ്പാരിറ്റീവ്ലി തിരക്ക് തീരെ കുറവ്. 2, നോ പാർക്കിംഗ് ഫീസ് ആൻഡ് ഈസി പാർക്കിംഗ്. 3, ഈ റൂട്ടിൽ ട്രാഫിക് ബ്ലോക്സ് ഒക്കെ വളരെ കുറവാണ്. എന്നാൽ ഇന്നത്തെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടി. ഒന്നാമത് ഞങ്ങൾ വന്നത് ശനിയാഴ്ച ഈവനിങ് ആണ്, അതിൻ്റെ കൂടെ 50% ഓഫ് ടൈം. അകത്തേക്ക് കയറാനായിട്ട് കിടക്കുന്ന വണ്ടികളാണ് അവിടെ ബ്ലോക്കിൽ കിടക്കുന്നത്. അപ്പോൾ യഥാർത്ഥ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതൊക്കെ കണ്ടപ്പോൾ ഉള്ളിലേക്ക് കയറണമെന്ന് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു. പിന്നെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, കയറിയേക്കാമെന്ന് ഓർത്തു. അകത്തേക്ക് കയറിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരു തൃശ്ശൂർ പൂരത്തിനുള്ള ആളുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഹോം അപ്ലയൻസസ്, ബാഗ്സ്, ക്ലീനിങ് ആൻഡ് വാഷിംഗ് ഐറ്റംസ്, ഡ്രസ് മെറ്റീരിയൽസ്, പാത്രങ്ങൾ എന്നിങ്ങനെ ഒത്തിരി പ്രൊഡക്ട്സ് ഓഫർ പ്രൈസിൽ ഉണ്ടായി. എറണാകുളം ലുലു സ്ഥിരമായി പോകുന്നവർക്ക് ഈ കാഴ്ച കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നും തോന്നുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അവിടെ ഇത്തരം തിരക്കൊക്കെ സർവ്വസാധാരണമാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് സാധനങ്ങളെല്ലാം വാങ്ങി ബില്ലടിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ്. എന്താല്ലേ അവസ്ഥ. ഇതിനിടയിലാണ് ഈ ഐറ്റം എൻ്റെ കണ്ണിൽ ഉടക്കിയത്. ഹീറോയുടെ മാവറിക് 440. ഇനി പ്രൊണൗൺസിയേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് സാദരം ക്ഷമിച്ചേക്കുക. ജൂലൈ 2 തൊട്ട് 31 ജൂലൈ വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ലക്കി വിന്നിൻ്റെ ഭാഗമാവാൻ അവസരമുണ്ട്. ന്യൂസിനിടെ ഈ കാർ ചെറുതായിട്ടൊന്ന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. കഷിക്കാര്യമായിട്ട് അതിൻ്റെ അകത്ത് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ. ലുലുവിലെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട് ഹൈപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് തന്നെ വെച്ച് പിടിച്ചു. സബാഷ്, ഇവിടെ സൂചി കുത്താൻ ഇടയില്ല. ട്രോളി തപ്പി കുറേ നടന്നു. ഒടുക്കം പാർക്കിംഗ് ഏരിയയിൽ പോയാണ് ഒരെണ്ണം ഒപ്പിച്ചത്. ഈ കാണുന്നതെല്ലാം പർച്ചേസ് കഴിഞ്ഞ് ആളുകൾ കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇവിടെ തന്നെയുണ്ട് കുറേ ട്രോളി. ഇതൊന്നും ഒഴിവായാലല്ലേ നമുക്ക് വേണ്ട സാധനം കിട്ടുകയുള്ളൂ. ഒടുക്കം പാർക്കിംഗ് ഏരിയയിൽ പോയാണ് ഒരെണ്ണം ഒപ്പിച്ചത്. ഒടുക്കം അതും തള്ളി അകത്തേക്ക് കയറിയപ്പോഴാണ് ഇത് നടപടിയാകില്ലാന്ന് മനസ്സിലായി. ഉന്തുവണ്ടി പോയിട്ട് നമുക്ക് പോലും പോകാൻ സ്ഥലമില്ല. പിന്നെ അതവിടെ ഉപേക്ഷിച്ച് കയ്യിൽ തന്നെ ഓരോന്ന് പെറുക്കിയെടുത്ത് ഞങ്ങൾ നടന്നു. ഇതാ ഓഫറിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഇടയ്ക്ക് എനിക്കൊരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഇതേ ഓഫേഴ്സ് പണ്ട് ഇവിടെ വരുമ്പോഴും കാണാറുള്ളത് തന്നെയല്ലേ എന്ന്. ഈ തിരക്കിനിടയ്ക്ക് ഇതൊക്കെ ചിന്തിച്ച് കണ്ടുപിടിക്കാനൊക്കെ ആർക്കാണ് സമയം? മുന്നോട്ട് നീങ്ങുക തന്നെ, അല്ലെങ്കിൽ ആരെങ്കിലും മുന്തി താഴെയിട്ട് ചവിട്ടിക്കൂട്ടും. ഒത്തിരി ഓഫേഴ്സ് കാണുന്നുണ്ടെങ്കിലും ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലാത്തതിനാൽ ഞങ്ങൾ അതൊന്നും എടുക്കാൻ മെനക്കെട്ടില്ല. ഉപ്പിലിട്ട സാധനങ്ങൾ പണ്ടേ എനിക്കൊരു വീക്ക്നെസ്സാണ്. എന്തോരം ഐറ്റംസ് ആണെന്ന് നോക്കി. നെല്ലിക്ക, മഷ്റൂം, മാങ്ങ, കാന്താരി എന്ന് തുടങ്ങി ഇവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം കൂടെ വാരിയെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നൊന്നും മേടിച്ചില്ല. ഇതേ ഒരു ചേച്ചി കാര്യമായി ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുന്നു. ലുലുവിൽ വന്നാൽ ഞാൻ മസ്റ്റായിട്ട് എടുക്കുന്ന 2 ഐറ്റംസ് ബദാമും കാഷ്യൂവുമാണ്. എന്തോ അവിടുത്തെ നട്ട്സ് ഐറ്റംസിലൊക്കെ എനിക്ക് വല്ലാത്തൊരു ട്രസ്റ്റ് ഉണ്ട്. ഓഫർ പെരുമഴകൾ അവസാനിച്ചിട്ടില്ല. നമ്മളിതെല്ലാം കണ്ട് മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ഇതിനിടയ്ക്ക് കൂടെ ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. എടുത്തോളൂ, ഒന്നുകൊണ്ടും മടിക്കണ്ട. ദേ ബ്രെഡിൻ്റെ സെക്ഷനിലേക്ക് നോക്കി. എത്ര വെറൈറ്റി ബ്രെഡുകളാണ്. പല കമ്പനികളുടേതായ സാധനങ്ങൾ ഒരു വലിയ റാക്ക് നിറയെ അടുക്കി പറത്തി വെച്ചിരിക്കുന്നു. മീവക്കുട്ടി പതുക്കെ അതിൽ നിന്ന് ഒരെണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി എല്ലാവരും ഒന്ന് കൺട്രോൾ പാലിച്ചുകൊള്ളുക. നമ്മൾ കടക്കാൻ പോകുന്നത് സ്വീറ്റിൻ്റെ സെഷനിലേക്കാണ്.
കണ്ടില്ലേ മക്കളെ. ഇതിനിടയിലാണ് ഓഫറിൽ കിടക്കുന്ന ഡ്രീം കേക്ക് ഞങ്ങളുടെ കണ്ണിലുടക്കുന്നത്. ഈ സാധനം ഇതുവരെ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. ലുലുവിൽ വന്നിട്ട് ഒരു ബാസ്ക്കറ്റ് പോലും എടുക്കാതെ ഇങ്ങനെ സാധനങ്ങളുമായിട്ട് പോകുന്നത് ഞങ്ങൾ മാത്രമായിരിക്കും. ഇത് ഹൽവകളുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തെല്ലാം വെറൈറ്റി ഹൽവകളാണെന്ന് നോക്കി. അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് കഷ്ണം വെട്ടി നുറുക്കി വെച്ചിരിക്കുന്ന പോലെ എന്തോ ഒരു സാധനം. ശരിക്കും സൂക്ഷിച്ചൊന്ന് വാശി നോക്കിയപ്പോഴാണ് തിരുനെൽവേലി ഗീ ഹൽവയാണ് സംഭവം. പക്ഷെ ശരിക്കും ബീഫ് കഷ്ണം മുറിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ. ഇത് സ്വീറ്റ്സിൽ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ ഈ ജിലേബി. എനിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ചുവപ്പ് കളറുള്ള ജിലേബി അത്ര താല്പര്യമില്ല. അങ്ങനെ നമ്മളിതാ സ്നാക്ക് സെഷൻസ് ഒക്കെ താണ്ടി മെയിൻ കോഴ്സിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയല്ലേ പൊടി പൂരം നടക്കുന്നത്. കൂടുതൽ ആളുകളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഏരിയയിലാണ്. സാലഡ്സ് തൊട്ട് ഒത്തിരി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഇളനീർ ചിക്കൻ കറി ന്യൂ ഇൻ സ്റ്റോറിന് കണ്ടപ്പോൾ എനിക്ക് ഇതിനോടൊരു അട്രാക്ഷൻ തോന്നി. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു 250 ഗ്രാം മേടിച്ചേ. സംഭവം എന്താണെന്നൊന്ന് അറിയണമല്ലോ. വിശന്നിട്ട് പാടില്ല പുള്ളേ, വേഗം കൊണ്ടുപോയോ. ഒടുവിൽ നമ്മളിതാ ആ ക്യൂവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പണ്ട് സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ എല്ലാവരും വരി വരിയായി അച്ചടക്കത്തോടെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഇതിനിടെ സാധനങ്ങൾ കൈ പിടിച്ച് മടുത്ത കെട്ടിയോനെ സഹായിക്കാൻ ഞാൻ തുനിഞ്ഞിറങ്ങി. കൗണ്ടറിൽ ചെന്നപ്പോൾ അവിടെ ആരോ ഉപേക്ഷിച്ചിട്ടിരുന്ന ഒരു ബാസ്ക്കറ്റിൻ്റെ കണ്ണിലുടക്കി. അതും എടുത്തുകൊണ്ട് വന്ന് കെട്ടിയോൻ്റെ കൈ കൊടുത്തു. സമാധാനം, സാധനങ്ങളെല്ലാം ഇട്ട് ഒന്ന് റെസ്റ്റ് ചെയ്ത് നിൽക്കാം. ഇതിനിടയിൽ വിശന്ന് സൈയിട്ട മീൻകുട്ടി ഓരോ സാധനങ്ങൾ പൊട്ടിച്ച് തീറ്റ തുടങ്ങി. കൂടെ ഞാനും കൂടി കേട്ടോ. ഇതൊന്ന് നോക്കി, ഒരാൾ മേടിച്ചു വെച്ചിരിക്കുന്ന മാഗികളുടെ എണ്ണം. മിയുക്കുട്ടി അതിൻ്റെ ഇടയ്ക്ക് ഓരോ സാധനങ്ങൾ പൊക്കിക്കൊണ്ട് വന്ന് ഇതും എടുത്തോട്ടെ അതെടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. വേണ്ട മോളെ, അവിടെ കൊണ്ടു വെച്ചു എന്ന് ഞാനും പറഞ്ഞു. ഒടുവിൽ കാത്തിരിപ്പിൻ്റെ അവസാനം നമ്മളിതാ കൗണ്ടറിലെത്തിയിരിക്കുകയാണ്. ഇനി സാധനങ്ങൾ എത്രയും വേഗം എടുത്തു കൊടുക്കുക, അവിടെ നിന്ന് രക്ഷപ്പെടുക. ഇത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ആ സ്പീഡ് കണ്ടോ, ഇത്രയും വേഗത്തിൽ എൻ്റെ കെട്ടിയവന് ഒരു സാധനം എടുക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ ആകെ ഇത്രയും സാധനങ്ങൾ മേടിച്ചോളൂ കേട്ടോ. നോർമലി ലുലുവിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ 3 ഇരട്ടി സാധനങ്ങൾ മേടിക്കുന്നതാണ്. ഓഫർ കണ്ട് ചാടിത്തുള്ളി വന്ന ഞങ്ങൾ ആകെ മേടിച്ച സാധനങ്ങളുടെ എണ്ണം കണ്ടല്ലോ. അപ്പോൾ ഇതേ ഉള്ളൂ ഓഫറിൻ്റെ അവസ്ഥ. എന്ത് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമാധാനത്തോടെ ഷോപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു കാര്യവുമില്ല. ഇനി എന്തായാലും 50% ഓഫർ കണ്ട് ചാടി വരില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇതിലും ഭേദം കുറച്ചുകൂടെ പൈസ കൊടുത്ത് സാധനങ്ങൾ സ്വസ്ഥമായി വാങ്ങുന്നതാണ്. അങ്ങനെ കയ്യിൽ ബാക്കി കിട്ടിയ ജീവനും കൊണ്ട് ആ തിരക്കിൽ നിന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഓഫർ ഇന്ന് മിഡ്നൈറ്റോടുകൂടി അവസാനിക്കുകയാണ്. ഇനി ആർക്കെങ്കിലും ഈ തിരക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേഗം പോകാം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ഫ്രണ്ട്സ്.